ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക്സിൻ്റെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വെബ്സൈറ്റാണ് ഫൈവർ എന്ന് പറയുന്നത്. അതിൽ പുതിയൊരു കാറ്റഗറി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഏർണിങ്സ് ലഭിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണിത്. NFT എന്ന് പറയും, നോൺ ഫഞ്ചബിൾ ടോക്കൺ. ഇത് അപ്പോൾ ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നല്ല ഏർണിങ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പൊന്നും അറിയില്ല എന്നുള്ള ആളുകൾക്ക് അതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. മൊബൈലിലൂടെ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ സാധ്യമാകുന്നതാണ്. ഇത് പുതിയൊരു കാറ്റഗറി ആയത് കാരണം, അല്ലെങ്കിൽ വളരെയധികം ഡിമാൻഡായിട്ടുള്ളൊരു കാറ്റഗറി ആയത് കാരണം നല്ല രീതിയിൽ ഓർഡേഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ വർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഏർണിങ്സ്, മിക്ക ആളുകളും $50 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം $320 $250 ചില NFTസിന് ആളുകൾ ഇതിൽ നിന്ന് ഈടാക്കുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത്. ചിലതൊക്കെ നിങ്ങൾക്ക് കാണാം $1200 ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 80,000 90,000 രൂപ വരെ ഏൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. NFTs ആണിത്. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം എൻ്റെ ലാപ്ടോപ്പ് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല. തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, എങ്ങനെ ഇതിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിൻ്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ കൂടിയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ബേസിക് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങളെ കുറച്ച് മൊബൈൽ ആപ്ലിക്കേഷൻസും ഇതിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ, ഫൈവറിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഗിഗ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ഗിഗ് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെയൊക്കെ കുറിച്ച് കംപ്ലീറ്റ് ഒരു സെക്ഷൻ, ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും നല്ല രീതിയിൽ ഇരുന്ന് കണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഫൈവർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും അറിയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് തന്നിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. നല്ല രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ സാധ്യമാകുന്നതാണ്. അതിൻ്റെ ഒരു ലൈഫ് പ്രൂഫ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏർണിങ്സ് ഇതിൽ ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഏർണിങ്സ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പല പല കാറ്റഗറീസിൽ നമുക്ക് വർക്ക് ചെയ്യാം. എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ NFT വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. NFT ബേസ് ചെയ്തിട്ട് പല പല സബ് കാറ്റഗറീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ക്യാരക്ടർ NFT ആണ്, ഓരോ ക്യാരക്ടർ വൈസ് ആയിട്ടുള്ള NFT. അതുപോലെ തന്നെ ഫോട്ടോ ഫിൽറ്ററിങ് NFTs ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഈ $120 ചാർജ് ചെയ്യുന്നത് ഫോട്ടോ ഫിൽറ്റേഴ്സാണ്. അതായത് പോർട്രേറ്റ്, ഒരു ഇമേജ് ക്ലയൻറ്റ് തരുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലൊക്കെ വെച്ച് ഫിൽറ്റർ ചെയ്ത് മാറ്റുക. വളരെ സിമ്പിൾ പ്രോസസ്സാണെന്ന് കാണുമ്പോൾ വലിയ എന്തോ ഒരു പ്രോഡക്റ്റ് എന്നൊക്കെ തോന്നും. ഇതിലുള്ള മിക്ക പ്രോഡക്ട്സും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ക്ലയൻസിന് അറിയില്ല അതെങ്ങനെ ചെയ്യും, അവർക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പോൾ NFTs ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ആയിരക്കണക്കിന് NFTs ഡെയിലി ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഓപ്പൺസി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ. അവർക്ക് അതിൻ്റെ വരുമാനം കിട്ടും, അവർക്ക് സെയിൽസ് കിട്ടും, കൂടുതൽ സെയിൽസ്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു NFTയുടെ 1000 മടങ്ങൊക്കെ അവർക്ക് ചിലപ്പോൾ സെയിൽസ് കിട്ടിയെന്നിരിക്കും. അപ്പോൾ അവർ അത് ക്രിയേറ്റ് ചെയ്യാനൊന്നും സമയം കെടുത്തില്ല. പകരം അതൊരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നമ്മളെപ്പോലത്തെ ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സിനെയായിരിക്കും അവർ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറി വരുന്നത് ഏതൊരു സബ് കാറ്റഗറിയിൽ നമുക്ക് നോക്കാം. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നതിൽ NFT ആർട്ട് എന്ന് പറയുന്ന പുതിയൊരു സബ് കാറ്റഗറിയാണ് വന്നിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അവർക്ക് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് 73, 75, 100 എബോ റേറ്റിംഗ് ഒക്കെ കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു കാറ്റഗറി ആയിരുന്നു, കൂടുതൽ വർക്ക്, അതുപോലെ തന്നെ വളരെയധികം ഡിമാൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി കൂടിയാണ് NFT എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ആളുകളുണ്ടാവും. ക്രിപ്റ്റോ കറൻസി പോലെ തന്നെ ഇതൊരു ഡിജിറ്റൽ ആർട്ടാണ്. ഇതിപ്പോൾ ഡിജിറ്റൽ ആർട്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടുണ്ട്, അതുപോലെ തന്നെ ഗിഫ് ഇമേജസ് ഉണ്ട്, ചെറിയ ആനിമേഷൻസ് ഒക്കെ ഉള്ളത്, അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം NFTs ആയിട്ട് നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കും. അതിന് പല പല വെബ്സൈറ്റ് ഉണ്ട്. ഓപ്പൺസി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെയിൽസ് നടത്താൻ സാധിക്കും. ഇതിനൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ $1000, $2000, $3000 ഒക്കെ ആയിരിക്കും നമ്മൾ സെയിൽ നടത്തുമ്പോൾ കിട്ടുന്നത്. അതും എത്തേറിയമായിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതിനെക്കുറിച്ച് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അധികം അറിയേണ്ട. പകരം ഒരു ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൈവറിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 5-6 വീഡിയോസ് പേയ്മെൻറ്റ് പ്രൂഫ് വരെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതെല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കെല്ലാം ഇടുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു പുതിയ ഗിഗ് ക്രിയേറ്റ് ചെയ്യുക. ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ആ ഒരു കാറ്റഗറിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞത്, ഗ്രാഫിക് ഡിസൈനിങ്. അതിൽ NFT ആർട്ട് എന്നെടുക്കുക. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അദ്ദേഹം എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ടെക്സ്റ്റ് തന്നെ സെയിം ആയിട്ട് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങളുടെ ഗിഗ് അപ്രൂവ് ആവില്ല. പകരം ഈ ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ഇതിലെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ക്ലയൻസിന് എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് നിങ്ങളും ഒരു ചെറിയൊരു ടെക്സ്റ്റ് നിങ്ങളുടേതായ രീതിയിലൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ 3 പാക്കേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത് $150 ആണ് ബേസിക് പാക്കേജിന്. ഡെലിവറി ടൈം 10 ദിവസമാണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് പാക്കേജ് $250, സിൽവർ പാക്ക് $250, ഗോൾഡൻ പാക്ക് $500 ഏകദേശം 1-2 വർക്ക് കിട്ടിയാൽ തന്നെ ഒരു മാസത്തെ നമ്മളുടെ ഇൻകം ആയി കിട്ടും. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള ചില ആപ്ലിക്കേഷൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിഞ്ച NFT എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ ഫ്രീ വേർഷനുണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് വേർഷനും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 3-4 ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് ലഭിച്ച് അത്യാവശ്യം പൈസ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പെയ്ഡ് വേർഷൻ എടുക്കുന്നതാണ് നല്ലത് ഇതുപോലുള്ള ആപ്ലിക്കേഷനിൽ നിന്ന്. കാരണം ലക്ഷക്കണക്കിന് വെറൈറ്റീസ് ആയിട്ടുള്ള NFTs നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ജോബ് പോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഗാലറി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു തരാം. ഇപ്പോൾ നിങ്ങൾ ഫൈവറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ NFT ബേസ് ചെയ്തിട്ടുള്ള വർക്ക് മാത്രമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 ഗിഗ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഗിഗ് സ്പോർട്സ് ബേസ് ചെയ്തിട്ടുള്ള NFT, ഒരു ഗിഗ് ഫോട്ടോ ഫിൽറ്റേഴ്സ് വെച്ചുള്ള NFT, അത് അല്ലെങ്കിൽ മറ്റൊരു ഗിഗ് ഒരു ക്യാരക്ടർ ക്രിയേഷൻ മുതലായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഇപ്പോൾ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു NFT ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ മറ്റു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, പക്ഷേ ബാക്കിയെല്ലാം പെയ്ഡ് വേർഷൻസ് ആണ്. ഇവിടെ ഷോക്കേസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് NFTs നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതെങ്ങനെ ഇപ്പോൾ ആരൺ റോഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു NFT നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഓരോ സെക്ഷനും നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു നെയിം ആരൺ റോഡ്ജേഴ്സ് എന്നുള്ള നെയിം ഞാൻ ഇപ്പോൾ ചേഞ്ച് ചെയ്യുകയാണ്. ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ക്ലയൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ യാതൊരു പ്രോബ്ലവും ഇല്ല. ക്ലയൻസിന് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കളർ സെക്ഷൻ എടുക്കുക. ഓക്കെ, ഇവിടെ നിന്നിട്ട് ഓരോ സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയി വരുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസും കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റൊക്കെ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. എഡിറ്റിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ QB എന്ന് പറയുന്ന ടെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്നിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, SB നോക്കി. ഓക്കെ, ഞാൻ ഇപ്പോൾ മുകളിൽ SB എന്നാക്കി അതും ആ ഒരു എലമെൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യും. അതുപോലെ ഇതിൽ കാണുന്ന ഏതൊരു എലമെൻറ്റ്സും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ക്ലയൻറ്റ് ഏതെങ്കിലും സ്പെസിഫിക് ഇമേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ എഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ മെയിൻ പിക്ചർ എന്ന് പറയുന്ന സെക്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ക്ലയൻസിന് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു സ്പോർട്സ് റിലേറ്റഡ് NFT ആണ്. ഓക്കെ, നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഇനി മറ്റൊരു NFTയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് പേര് ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടേതായ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു NFT ആവും, ഒരു ഡിഫറെൻറ്റ് NFT ആവും. അപ്പോൾ എല്ലാ NFTസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ക്ലയൻസ് പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇപ്പോൾ വേറൊന്നും പറഞ്ഞിട്ടില്ല, സ്പോർട്സ് റിലേറ്റഡ് ഒരു NFT വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഇപ്പോൾ ബേസ്ബോൾ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു NFT വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ 100 കണക്കിന് ആപ്ലിക്കേഷൻസ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അതുപോലെ മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ ഇപ്പോൾ ക്ലയൻറ്റ് പറയുകയാണ് അവർക്ക് ഡയറക്റ്റ് NFT ആയിട്ട് തന്നെ വേണം, ഇമേജ് ആയിട്ടല്ല NFT ആയിട്ട്. അതിനൊക്കെ കൂടുതൽ എമൗണ്ട് നമുക്ക് ചാർജ് ചെയ്യാം. അതിനൊന്നും കുറിച്ച് നിങ്ങൾ അറിയേണ്ട. പക്ഷേ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണും ക്രിയേറ്റ് യുവർ NFT എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ്
ഇത് പെയ്ഡ് ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഇതിൽ കോയിൻസ് പർച്ചേസ് ചെയ്തിട്ട് അത് സ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് NFT ക്രിയേറ്റ് ചെയ്യാൻ. അത് കൂടുതൽ വർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു NFT ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ NFT ആർട്ട് ഫോട്ടോ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ ക്ലയൻറ്റ് തരുന്ന ഇമേജ് നമുക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ, അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു ഫോട്ടോ തന്നു എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഫ്രീ സെലക്ട് ചെയ്യണം നിങ്ങൾ. ഇതിൽ നിന്ന് താഴെ നമുക്ക് ഓട്ടോ ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്യാം. ഇതുപോലെ ഏതെങ്കിലും ഒരു ഫിൽറ്റേഴ്സ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഭയങ്കര പാടൊന്നുമില്ല NFTs ക്രിയേറ്റ് ചെയ്യാൻ. പല പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഫോട്ടോ ഫിൽറ്റർ NFT ആണ്. ഇതുപോലെ നമുക്ക് ചെയ്യാം. ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമേജസ് നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്ത്, ഇത് ഫോട്ടോഷോപ്പിലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇതിലും അത്യാവശ്യം ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതുപോലെ ഫിൽറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ അതിൽ കോപ്പി പേസ്റ്റ് ജോബ് പോലെയാണ്. ഇതൊരു ഫിൽറ്റർ ആഡ് ചെയ്ത ഒരു ഇമേജാണ്. ജസ്റ്റ് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫ്രീ NFTs വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആഡ് വരും, അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, ഇതായിരിക്കും ആ ഒരു NFT അവർ തരുന്ന ഇമേജിൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ HD ഇമേജ് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മൾ ബാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ HD ഇമേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സേവ് ചെയ്തു എടുക്കാൻ സാധിക്കുന്ന NFT മൊബൈൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. മിക്ക ആപ്ലിക്കേഷൻസും പെയ്ഡ് വേർഷനും ഉണ്ട്, പക്ഷേ ഫ്രീ വേർഷൻസും അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ ഫ്രീ വേർഷൻസ് എടുത്തിട്ട് കുറച്ച് ഓർഡേഴ്സ് എല്ലാം കിട്ടിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് വേർഷനിലേക്ക് പോകാം. ഇനി അതല്ല, ഫോട്ടോഷോപ്പ് അത്യാവശ്യം യൂസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ക്യാരക്ടർ ക്രിയേഷൻസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. ക്യാരക്ടർ ക്രിയേഷൻ നമുക്ക് ആപ്ലിക്കേഷനിലൂടെ, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ചെയ്തെടുക്കാം. നമ്മുടേതായ രീതിയിൽ ഇതുപോലുള്ള ചേഞ്ചസ് കൊടുത്ത് ക്ലയൻസിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്തി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള NFTസും അവൈലബിൾ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ NFTയുടെ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് $100. അതുപോലെ തന്നെ $300 ഇതിൻ്റെ ഡയമണ്ട് വേർഷൻ വരുന്നത്. ഒരു ക്യാരക്ടറുള്ളൂ, അതിൻ്റെ സൈസും മറ്റും വ്യത്യാസമുള്ളതിനനുസരിച്ച് പ്രൈസും മറ്റു കാര്യങ്ങളും വ്യത്യസ്തമായിട്ട് വരും. അപ്പോൾ വളരെയധികം നല്ല രീതിയിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പ് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ ക്യാരക്ടർ ക്രിയേഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് പിക്സാബേ പോലുള്ള വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വേണമെങ്കിലും ഇതിൽ അപ്ലോഡ് ചെയ്ത് ക്ലയൻസിന് കൊടുക്കാൻ സാധിക്കുന്നത്. യാതൊരു കോപ്പിറൈറ്റ് പ്രശ്നവും ഉണ്ടാവില്ല അതിലൊന്നും. അതുപോലെ ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഈ NFTs ക്രിയേറ്റ് ചെയ്യാൻ. അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ എന്തായാലും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഫൈവറിൽ അക്കൗണ്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറി ട്രൈ ചെയ്ത് നോക്കണം. പുതിയ കാറ്റഗറിയാണ്, പക്ഷേ നല്ല ഓർഡേഴ്സ് ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നല്ല രീതിയിലുള്ള ഓർഡേഴ്സ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ NFT ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അതിലെല്ലാം നിങ്ങളുടെ ആഡ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ ചാൻസ് വളരെയധികമാണ്. ഇതിപ്പോൾ കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിരുന്നു. തീർച്ചയായിട്ടും 3-4 വർഷം എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ഈ ഒരു കാറ്റഗറിയിൽ കിട്ടുന്നതാണ്. ഞാൻ എന്തായാലും എൻ്റെ പോർട്ട്ഫോളിയോയിൽ NFT ബേസ് ചെയ്തിട്ടുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ലാപ്ടോപ്പ് തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കാറ്റഗറി എന്തായാലും ആഡ് ചെയ്യും. അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി അക്കൗണ്ടുള്ള ആളുകൾ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിടുക. തൽക്കാലം നിങ്ങൾ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലയൻറ്റ് ഇപ്പോൾ ഓർഡർ വരികയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഇഷ്ടാനുസരണം ഒരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇത് നിഞ്ച NFT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ കൂടുതലും പെയ്ഡ് വേർഷൻസ് ആണുള്ളത്. അതുപോലെ തന്നെ ഫോട്ടോ ഫിൽറ്റർ ആണെങ്കിൽ NFT ആർട്ട് എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നീടുള്ളതും ഇതും പെയ്ഡ് വേർഷനാണ്. ഇത് നിങ്ങളെന്തായാലും ചെയ്യേണ്ട, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് നിങ്ങൾ എത്തേറിയം വാലറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ഇതിനെക്കുറിച്ച് അറിയേണ്ട ഡിജിറ്റൽ ആർട്ട് ബേസ് ചെയ്തിട്ടുള്ള NFTs മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ NFTനെ കുറിച്ച് ചെറിയൊരു ഐഡിയ, അല്ലെങ്കിൽ ഫൈവറിൽ ഈ ഒരു കാറ്റഗറിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിന് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.